എന്തുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി കൊച്ചിയിലും എയർപോർട്ടില്ലേ എന്ന് ചോദിക്കുന്നവരടുത്ത് ഫ്ലൈറ്റ് കുറവ് എവിടെയായിരുന്നു, അതുകൊണ്ട് അതെടുത്തതാണ്. എന്നെ എനിക്ക് 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വന്നതായിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത് ഇങ്ങോട്ട്. ശരി, എനിക്ക് എൻ്റെ പാസ്പോർട്ട് കാണിക്കട്ടെ. ലൂലു എന്നെ കളിയാക്കുന്നത് എൻ്റെ പാസ്പോർട്ട് കാണിച്ചു. എൻ്റെ പാസ്പോർട്ട് കാണിച്ചു. കറൻസി നമ്മൾ പോകുന്ന രാജ്യത്തിൻ്റെ കറൻസി. ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇൻട്രോ പറയാമെന്ന് വെച്ചു. ഞാനിപ്പോൾ ഉള്ള കൊച്ചിയിലാണ്, ഞങ്ങളുടെ കൊച്ചിയിലാണ്. ഞങ്ങൾ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഓഫ് കോഴ്സ് എവിടേക്കാണ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നില്ല. ഈ വീഡിയോക്കകത്ത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പറയും. പോകാനുള്ള ഹരിപ്പറിയിലാണ്. ഇന്ന് ഈവനിങ് ആണ് ഫ്ലൈറ്റ്. ട്രിവാൻഡ്രത്ത് നിന്നാണ് ഫ്ലൈറ്റ്. ഞങ്ങളിപ്പോൾ ഉള്ള കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ എത്തണം. ഈവനിങ് വന്ദേ ഭാരതിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹരിബറിയാണ്, മൊത്തം ഹരിബറിയാണ്. അപ്പോൾ നമുക്ക് ആ രാജ്യത്തെ കറൻസി ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ലുലുവിൽ പോകണം. പിന്നെ ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുകയാണ്. പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് നടത്തണം. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഈ നമ്മുടെ രാജ്യത്തെ വീഡിയോസ് അല്ലാണ്ട് വേറൊരു രാജ്യത്തെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഓഫ് കോഴ്സ് ഈ വ്ളോഗിനുണ്ട്. അപ്പം ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഉള്ളത്. സോ വൺസ് അഗെയിൻ നമുക്ക് ഒരുമിച്ച് ഈ ഒരു വ്ളോഗിനെ ബ്യൂട്ടിഫുൾ ആക്കാം. ഈ സീരീസ് ഓഫ് വ്ളോഗ്സിന് കുറേ 2-3 ദിവസത്തൊക്കെ വീഡിയോസ് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാൽ ഈ വീഡിയോ കാണുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതും കാണണം. എന്നാലേ നമുക്ക് ഈ ഒരു ജേർണി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. സോ എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ അമ്മു, ഞാൻ, ഡയാസ്, ഇക്കൊക്കെ കൂടിയിട്ട് 2021 അജ്മീറിലൊക്കെ പോയതായിരുന്നു. ഒരു ട്രാവൽ വ്ളോഗായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ. അപ്പം ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് ഓഫ്കോഴ്സ് ഭയങ്കര സ്പെഷ്യലാണ്. ഈ ഒരു ട്രിപ്പായിരിക്കും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ ഭയങ്കര ഡ്രീം കുറേ നാളിങ്ങനെ ചിട്ടിയൊക്കെ കൂടി കുറേ കാശൊക്കെ സേവ് ചെയ്ത് വെച്ച് ഒന്നിനും അനാവശ്യമായിട്ട് ചിലവാക്കാണ്ട് പിശുക്കി വെച്ചിട്ട് കൂട്ടി വെച്ചിട്ട് ഒറ്റയ്ക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് പോകുന്നു. സോ അതാണ് ഈ ഒരു വീഡിയോക്ക് മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ്. അപ്പോൾ അത്ര തന്നെ എനിക്ക് ഇൻട്രോ പറയുമ്പോൾ കുറേയൊക്കെ ഒരു സംഭവങ്ങൾ. അപ്പം എനിവേസ് നമുക്ക് യാത്രയാവാം ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ, അതായത് 29th രാവിലെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകാൻ. ഞങ്ങൾ ആക്ച്വലി വന്ദേ ഭാരതിനായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വന്നിട്ട് രാത്രി, അതായത് 30-ാം തീയതി തുടക്കത്തിൽ പുലർച്ചെ 12:20 കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ വന്ദേ ഭാരത് എത്തുന്നത് ഒരു 10:40 PM ആയിരിക്കും 29th. അപ്പോൾ അത് കാരണം നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തലേദിവസം എത്തി തിരിച്ച് കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ലുലു ഹൈദരാബാദിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്ത് വരെ ചെയ്തത്. അവൾ സീരിയലിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് വരെയാണ്. അവൾ അവിടെ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട് തെലുഗുവിൽ. അപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ താമസിച്ച റൂമിൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഈ സോസേജ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ലുലുവിന് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല. ലുലു അത് എനിക്ക് തന്നു. എനിക്ക് ഈ സോസേജിൽ റോസ്മെറി ലീവ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം നമ്മളതൊക്കെ കഴിച്ച്, അത് കാരണം എനിക്കിഷ്ടമായി. അത് കാരണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിക്കുന്നു. എന്നിട്ട് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് വേഗം ഇറങ്ങാൻ. സോ നമ്മൾ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ ജാബിർ? സുഖം. നിങ്ങൾ മുന്നോട്ട് വാ. എനിക്ക് ബാക്കി നിൽക്കണം അല്ലേ? ഓക്കെ, നമുക്ക് ഇതൊക്കെ ഫ്രണ്ടിൽ മറ്റേ ക്യാമറ ആക്കിയാൽ പോരെ. അപ്പം നമ്മൾ കുറേ നാളായി, ഞങ്ങൾ 2021 പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെ ട്രിപ്പ് പോകുന്നത്. പക്ഷെ അന്ന് അത് നടന്നില്ല. അപ്പോൾ നടന്നില്ല. 2002 ഞങ്ങൾ പ്ലാൻ ചെയ്യും, നടക്കൂല.
പക്ഷെ 24-ൽ എന്ത് ചെയ്തു, അതിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല എന്നുള്ളൊരു പ്ലാൻ. വാശിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങള് കുറച്ച് ഇങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ട് പൈസ ഇങ്ങനെ സ്വന്തം ക്യാഷിന് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കണം ഞങ്ങൾ രണ്ടുപേരും. അതിന്റെ ഒരു സന്തോഷം ഉണ്ട്. പിന്നെ നമ്മള് മറ്റേ പണ്ടെന്നൊക്കെ പോയെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അന്ന് പൈസ നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ, വീട്ടുകാർ എടുക്കുന്ന പൈസയാണല്ലോ. അപ്പൊ പിന്നെ അത് കൂട്ടത്തില്ല. ഇത് ഓൺ എമൗണ്ടിൽ ഞങ്ങള് ഓൺ എക്സ്പെൻസ് സ്വന്തമായിട്ട് തന്നെ ഏൺ ചെയ്ത് ആ ഒരു രീതിയിൽ ഞങ്ങൾ പോകുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ഹാപ്പി ഉണ്ട്. അപ്പൊ ഞങ്ങളെ ഇപ്പൊ ഡ്രോപ്പ് ചെയ്യും എയർപോർട്ടിൽ. അത് കഴിഞ്ഞതിന് ശേഷം എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പൊ ഞങ്ങൾ കൊച്ചിയിലാണ്. കൊച്ചിയിൽ നിന്ന് ഞാൻ ട്രിവാൻഡ്രം പോകണം. ട്രിവാൻഡ്രത്ത് നിന്ന് എയർപോർട്ടിൽ പോകണം. എന്തുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി കൊച്ചിയിലും എയർപോർട്ടില്ലേ എന്ന് ചോദിക്കുന്നവരടുത്ത് ഫ്ലൈറ്റ് കുറവ് എവിടെയായിരുന്നു, അതുകൊണ്ട് അതെടുത്തതാണ്. അപ്പോൾ വന്ദേ ഭാരതിന് നമുക്ക് പോകാൻ പറ്റില്ല എന്നറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ നേത്രാവതിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നേത്രാവതിക്ക് പോവുകയാണ്, നേത്രാവതി എക്സ്പ്രസ്. അത് ഉച്ചയ്ക്ക് 2:20 എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ എന്നെ യാത്രയാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ വിൽ മിസ്, എല്ലാവരെയും മിസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഓക്കെ, അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുകയാണ് ട്രിവാൻഡ്രത്തേക്ക് ട്രെയിനിന് വേണം പോകാൻ. വന്ദേ ഭാരത് ശരിക്കും മിസ്സായിപ്പോയി കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായില്ല, കാരണം ഞാനതിൻ്റെ ഷോർട്സ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അവിടെ യാത്ര ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ക്യാബ് കണക്ട് ചെയ്തിട്ട് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് പോയത്. ഞങ്ങൾക്ക് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ സൗത്തിലെത്തി. ഞാനും ലുലും കൂടിയിട്ട് സൗത്തിനകത്തോട്ട് കയറി. നമ്മളെ പ്ലാറ്റ്ഫോമിനകത്ത് ഏത് ഭാഗത്താണ് നമ്മുടെ കോച്ച് വരുന്നത് എന്നൊക്കെ നോക്കി അവിടെ പോയി റെസ്റ്റ് എടുക്കാൻ നിന്ന്. അപ്പോൾ ചക്കാറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലുലുവിന് ഇഷ്ടമാണ് ഭയങ്കരധികം ചക്കാറ്റിൽ. നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചെയ്യാം ആർക്കൊക്കെ ചക്കവറ്റിൽ ഇഷ്ടമാണ് എന്നുള്ള കാര്യം. ഞാൻ അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന കാര്യം ചോദിക്കുന്നില്ല. അപ്പം ആക്ച്വലി നമ്മളൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നത് നല്ലതല്ലേ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിട്ട് നമ്മൾ ലഗേജൊക്കെ എടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ലഗേജ്. കാരണം ഞങ്ങൾ പോകുന്ന കൺട്രിയിൽ നമുക്കിനി ട്രിവാൻഡ്രം അങ്ങനെ ഏകദേശം ഒരു 7:30 ആയപ്പോഴത്തേനും നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടക്കുന്ന ഇവിടെ വണ്ടി പിടിച്ചിട്ടപ്പോൾ ഈ കോവിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ കോവിലൊക്കെ ഒന്ന് നോക്കി. നല്ല കാര്യത്തിന് പോകണമാണല്ലോ. അപ്പോൾ കോവിലിങ്ങനെ കുറേ നേരം നോക്കി യാത്രയൊക്കെ ശുഭമാകണേ എന്ന് ആഗ്രഹിച്ചു. ഇപ്പോൾ 7ാം ക്ലാസ് പഠിച്ചു ഞാൻ ഇപ്പോഴാണ് വരുന്നത്. സ്കൂൾ ടൂറായിട്ട് വന്നതാണ്. നടക്കുക. ലുലു പണ്ട് 7th എന്തോ പഠിക്കുമ്പോൾ വന്നിട്ടുള്ളതാണ് ട്രിവാൻഡ്രത്ത്. ഞാൻ പിന്നെ അറിയാലോ, അടിക്കടി വരാറുള്ള കുട്ടിയാണ്. ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്ന കുട്ടിയല്ല, ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നവളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ടിലേക്ക് പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഇതുവരെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ടുള്ളതൊക്കെ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്നത്. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എയർപോർട്ടിൽ നിന്നുകൊണ്ട് തന്നെ ആയതുകൊണ്ടാണ്. ആരുടെയോ ഒരു ഫോൺ അങ്ങനെ അടിക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് കേട്ടോ. അപ്പം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മളെത്തി. ട്രിവാൻഡ്രത്ത് നമുക്ക് ചെക്ക് ഇൻ ഉണ്ടായിരുന്നു, ക്യൂ ഉണ്ടായിരുന്നു അത്യാവശ്യം. ടെർമിനൽ 2-ലായിരുന്നു കേട്ടോ നമ്മുടേത്. അപ്പോൾ ഇത് നമ്മുടെ ടൈം ഓൺ ടൈമിനാണെന്നൊക്കെ, നമ്മുടെ ഫ്ലൈറ്റ് ഓൺ ടൈമിനാണ്. ശരി, എൻ്റെ പാസ്പോർട്ട് കാണിക്കട്ടെ. ലുലു എന്നെ കളിയാക്കുന്നത് എൻ്റെ പാസ്പോർട്ട് കാണിച്ചപ്പോൾ. എൻ്റെ പാസ്പോർട്ട് കണ്ടോ, നമ്മൾ ഭദ്രമാക്കി വെക്കണം പാസ്പോർട്ട്. കണ്ടോ, പാസ്പോർട്ട് ഭദ്രമാക്കി വെക്കണം. മതി, നാണക്കേട്. എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യം കുറച്ചും കൂടെ കംഫർട്ട് ഇപ്പോൾ കേട്ടോ. അതിന് ഞങ്ങൾ വെയിറ്റ് നോക്കി ബാഗിൻ്റെ. എൻ്റേത് 7 കിലോൻ പ്ലസ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർ അലോ ചെയ്തു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് എടുക്കണം. ഞങ്ങൾ ഓൾറെഡി ഈ ബോർഡിംഗ് പാസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ്ഫുൾ അല്ല. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ബോർഡിംഗ് പാസ് തന്നെ ഇവിടെ അവർ അലോ ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു. കുറേ പരിപാടികളുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, നമ്മൾ പോകാനുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ബാഗേജ് അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട്
എന്താ പറയുക, മേലെ കയറി നമ്മുടെ ഇമിഗ്രേഷനാണ് അതടിച്ച് കിട്ടണം. ഇമിഗ്രേഷൻ ഇവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ഇമിഗ്രേഷനാണല്ലോ, ഇമിഗ്രേഷൻ അടിച്ച് കിട്ടണം. അപ്പോൾ ഒക്കെ അടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മേലെ കയറണം. ആ ഭാഗത്ത് ഫോട്ടോഗ്രാഫിയൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ബാഗിൽ ചെക്ക് ചെയ്യണം, നമ്മൾ ഏതൊക്കെയുണ്ട് എന്നൊക്കെ നോക്കണം. നമ്മൾ ഫുഡൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ മറ്റേ എന്താ പറയുക, പാക്കറ്റിലാക്കിയിട്ടുള്ള ഫുഡില്ലേ, അതൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ചിലവ് ചുരുക്കലിൻ്റെ ഭാഗം തന്നെയാണ്. കാരണം എന്താ പറയുക, പിന്നെ അവിടുത്തെ ഫുഡ് പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഇപ്പോഴത്തെ ഒരു വയറിൻ്റെ അവസ്ഥ വെച്ചിട്ട് എന്ത് കഴിച്ചാലും എനിക്ക് വയറിന് പിടിക്കുന്നില്ല. കറൻസി നമ്മൾ പോകുന്ന രാജ്യത്തിൻ്റെ കറൻസി. അങ്ങനെ നമുക്ക് പോകേണ്ട ഫ്ലൈറ്റിൻ്റെ ആ കൗണ്ടർ ഓപ്പണായി, ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തു. അങ്ങനെ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തത് ഇമിഗ്രേഷൻ അടിക്കാൻ വേണ്ടി മേലെ കയറണം. അപ്പോൾ അതാണ് ഇനി പരിപാടി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വൈൻഡപ്പ് പറയാം. ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും. എന്നിട്ട് അടുത്ത വ്ളോഗ് ലോഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, വൈൻഡപ്പിന് അവിടെ പറയണം കുറച്ച്. എന്ത്? നമ്മളപ്പം നമ്മുടെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇപ്പം ട്രിവാൻഡ്രം എയർപോർട്ടിലുള്ളത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് ലോഞ്ചിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങോട്ടേക്കാണുള്ള സർപ്രൈസ് നിങ്ങൾക്ക് ചിലപ്പോൾ കറൻസി കണ്ടപ്പോഴാണെങ്കിലും ശരി, ടിക്കറ്റിന് അവിടെ ഇവിടെ കണ്ടപ്പോഴാണെങ്കിലും ശരി മനസ്സിലാക്കി കാണുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് അത് മനസ്സിലായി, സ്ഥലം മനസ്സിലായെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ആൻഡ് വാട്ട് ഈസ് മാഷാഅല്ലാ നമ്മളിത് പോകുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ തുടർന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ ലോഞ്ച് മുതൽ പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് ബാക്കി ബാഗിൻ്റെ സംഭവങ്ങളൊക്കെ നോക്കുക. എനിക്കറിയാൻ പാടില്ല. അപ്പം അങ്ങനെ ശരി. അപ്പം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബി ഹാപ്പി ഓൾവേസ്. ഓക്കെ.